സൊസൈറ്റി ഓഫ് പീരിയോഡോണ്ടിസ്റ്റ് ആൻഡ് ഇംപ്ലാന്റോളജിസ്റ്റ് ഓഫ് കേരളയുടെ വാർഷിക കോൺഫറൻസ് ആരംഭിച്ചു. തങ്കളം മാർ ബെസേലിയോസ് ഡെന്റൽ കോളേജിലാണ് സമ്മേളനം നടക്കുന്നത്. കേരളത്തിലെ മോണരോഗ ചികിത്സാ വിദഗ്ധരുടെ സംഘടനയാണ് സൊസൈറ്റി ഓഫ് പെരിയോഡോണ്ടിറ്റ്സ് ആൻഡ് ഇംപ്ലാന്റോളജിസ്റ്റ്സ് ഓഫ് കേരള. 18ാമത് വാർഷിക കോൺഫറൻസാണ് തങ്കളം മാർ ബെസേലിയോസ് ഡെന്റൽ കോളേജിൽ നടക്കുന്നത്. ഉദ്ഘാടനം ഡീൻ കുര്യാക്കോസ് MP നിർവഹിച്ചു. ചികിത്സാ രംഗത്ത് ലോകത്ത് എവിടെയെങ്കിലും ചികിത്സ ലഭിക്കുമെങ്കിൽ അവിടെ കൊണ്ടുപോയി ചികിത്സിക്കണം എന്നുള്ള മാനസികാവസ്ഥയിലാണ് നമ്മുടെ സമൂഹമുള്ളത്. അതല്ലാതെ ചികിത്സ അർഹിക്കുന്ന ആളുകൾക്ക് അത് നിഷേധിക്കുന്ന ഒരു പാരമ്പര്യമോ അങ്ങനെ ഒരു രീതിയോ ഒരിടത്തുമില്ല. അപ്പോൾ ഏറ്റവും ക്വാളിറ്റേറ്റീവായിട്ടുള്ള ചികിത്സാ സംവിധാനങ്ങൾ നാട്ടിൽ നടപ്പിലാക്കിയെടുക്കാൻ വേണ്ടി ഏറ്റവും കാര്യക്ഷമതയോടുകൂടി തന്നെ എല്ലാവരും ഇടപെടുന്നിടത്ത് തന്നെയാണ് ഇന്നത്തെ ഈ സമ്മേളനത്തിൻ്റെ പ്രസക്തി ഉള്ളത് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ മോണരോഗ വിദഗ്ധരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ഒരുമിച്ച് ചേർന്ന് ഇന്നത്തെ സമൂഹത്തിൽ ലോകത്തിൻ്റെ വിവിധ മേഖലകളിലുള്ള മാറ്റങ്ങൾ, അതിൻ്റേതായിട്ടുള്ള സാധ്യതകൾ, അത് പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ള ആ ഒരു വലിയ ലക്ഷ്യം തന്നെയാണ് ഈ സമ്മേളനത്തിൻ്റെ മുഖ്യമായ അജണ്ട. അത് മുന്നിൽ വെച്ചുകൊണ്ട് അതിവിദഗ്ധരായിട്ടുള്ള ആളുകൾ കാര്യങ്ങൾ സംസാരിക്കുന്നു, അവരുടെ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നു, പൊതുചർച്ചയിലേക്ക് പോകുന്നു. ഡോക്ടർ അരുൺ സദാശിവൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ MBMM അസോസിയേഷൻ ഭാരവാഹികളായ സലീം ചെറിയാൻ, PP വിൻസെന്റ്, MM സണ്ണി, പ്രിൻസിപ്പാൾ ഡോക്ടർ ബൈജു പോൾ കുര്യൻ, ഡോക്ടർ വർഗീസ് മണി, ഡോക്ടർ ദീപക് തോമസ്, ഡോക്ടർ മേജോ അമ്പൂക്കൻ, ഡോക്ടർ ജയൻ ജേക്കബ് മാത്യു തുടങ്ങിയവർ പ്രസംഗിച്ചു. സംഘടനയുടെ പുതിയ പ്രസിഡന്റായി ഡോക്ടർ ജയൻ ജേക്കബ് മാത്യുവിനെയും സെക്രട്ടറിയായി ഡോക്ടർ ദീപക് തോമസിനെയും തെരഞ്ഞെടുത്തു. GTV ന്യൂസ്, കോതമംഗലം.